حبيبي come to ترسور يلا يلا حبيبي كيف حالك؟ أنا ما في فلوس ما في مشكلة. അപ്പോൾ പുലിക്കളിയാണ് നമ്മ തൃശ്ശൂർക്ക് വന്നേക്കണ്. ഹാപ്പി അല്ലേ? തൃശ്ശൂരിനെ കുറിച്ച് അറിഞ്ഞോർക്ക് പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും പുലികളാ. സമയത്തില്
ഉദ്ഘാടനം നടത്തണ്ടേ? മീഡിയ പ്രവർത്തകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇറങ്ങിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുഴുവൻ ജനപ്രതിനിധികളും ഒഫീഷ്യൽസും ഇറങ്ങിൽ നിന്ന് പുറത്തിറങ്ങണം. പുറത്തേക്ക് ഇറങ്ങാൻ വഴിയൊരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ജനങ്ങളും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മേയർ ഈ ചടങ്ങിൽ അധ്യക്ഷനാണ്. അവിടെ തിക്കും തിരക്കും കൂടുതലായ കാരണം ഞാൻ സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട മേയറെ 2024 പുലിക്കളി മഹോത്സവത്തിന്റെ അധ്യക്ഷനായി ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ പുലിക്കളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്ന തൃശ്ശൂരിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ ഏറ്റവും നല്ല മെഡിക്കലായ റവന്യൂ വകുപ്പ് മന്ത്രി, നമ്മുടെ ബഹുമാനായ അഡ്വക്കേറ്റ് രാജൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു, ഭക്ഷ്യ സപ്ലൈകോ മന്ത്രി ശ്രീ അനിൽകുമാർ, മന്ത്രിമാരായിരിക്കുന്ന കളക്ടർ അർജുൻ പാട്ടീൽ, അതുപോലെ തന്നെ മിനിസ്റ്റർ തൃശ്ശൂർ MLA ശ്രീ ബാലചന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരുടെ പേരിലും നമുക്കറിയാം ഇതിൽ സംബന്ധിക്കുന്ന ബഹുമാനായ നമ്മളെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടി എല്ലാവരെയും ഈ പറയുന്ന ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവസാനം ഉദ്ഘാടനം നമ്മുടെ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് ഈ സൽക്കരണം ഉദ്ഘാടനം ചെയ്തതിനായി ബഹുമാനായ നമ്മുടെ റവന്യൂ മന്ത്രി ജയരാജൻ നൽകുന്നു. പ്രിയപ്പെട്ട മേയർ ശ്രീ M.K. വർഗീസ്, ബഹുമാനായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ആർ ബിന്ദു ടീച്ചർ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട GR, നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ പി ബാലചന്ദ്രൻ, കളക്ടർ, കമ്മീഷണർ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സംസാരങ്ങളൊന്നുമില്ല. ഇന്ന് പൂരത്തെ തന്നെ കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ, തൃശ്ശൂരിൻ്റെ ഹൃദയത്തിൽ തൊടുന്ന അതിൻ്റെ കലാരൂപമായിട്ടുള്ള പുലിക്കളി ഒരു പുലിപ്പൂരമായി തൃശ്ശൂരിൽ മാറിക്കഴിഞ്ഞിട്ടുള്ള വളരെ സന്തോഷകരമായ ഒരു അനുഭവത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഈ പുലിപ്പൂരം ആരംഭിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ടീമുകൾ പുലിപ്പൂരത്തിൽ അണിനിരന്നു എന്ന് മാത്രമല്ല, കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ 25% സഹായം കൂടി കൂടുതൽ കൊടുത്തതിൽ പ്രത്യേകമായ അഭിനന്ദനവും കേരള സർക്കാരിന് വേണ്ടി നേടാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അടുത്ത വർഷമാകുമ്പോഴേക്കും കൂടുതൽ ആളുകൾ പങ്കെടുക്കും, കൂടുതൽ പുലിസ് സംഘങ്ങൾ ദേശങ്ങളിലുണ്ടാകും എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് ഇത്തവണ നമ്മുടെ ഈ പൂരത്തിൽ പങ്കെടുക്കുന്ന 360 പുലികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പുലിയായി 4 വയസ്സുകാരൻ മുതൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 3ലധികം ദേശങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തമുണ്ട്. ആപാലവൃത്തം ജനങ്ങളിൽ നിരക്കുന്ന ഈ പുലിപ്പൂരം സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ച് അരമണിയിലേക്ക് ശക്തന്റെ തട്ടകത്തിൽ അഭിമാനകരമായ മുന്നേറ്റം നടക്കുന്നതിന് വഴിയൊരുക്കാൻ എല്ലാവർക്കും അവസരമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ മന്ത്രിമാരും മേയറും MLAയും ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് ഈ പൂരത്തിന് ഔപചാരികമായി തുടക്കം കുറിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും പുലിക്കളി മഹോത്സവത്തിന്റെ ആശംസകൾ നേരുന്നു. മേയർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ തൃശ്ശൂരിന്റെ ഹൃദയഭൂമിയായിട്ടുള്ള തെക്കിൻ
നാടിന് ചുറ്റുമുള്ള സദാചരണത്തിന്റെ പ്രകമ്പനം കുറിച്ചുകൊണ്ട് വിവിധ ദേശങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള പുലിക്കളി സംഘങ്ങൾ ഉടനടി എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ ടൂറിസം മാപ്പിൽ അടയാളപ്പെടുത്തുന്ന വിധത്തിൽ നെയ്യെഴുത്തും പുലികൊണ്ടും പുലിത്താളവുമെല്ലാം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പുറത്തേക്ക് കൂടി വിളംബരം ചെയ്തുകൊണ്ടാണ് പുലിക്കളി എന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ദേശങ്ങളിൽ തൃശ്ശൂരിന്റെ തനിമയായിട്ടുള്ള പുലിക്കളിയെ പകർത്താനുള്ള ശ്രമങ്ങളും ഈ സന്ദർഭത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ആവേശകരമാണ്. വളരെ ജനപ്രിയമായ നെയ്യ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നെയ്യെഴുത്തിലും കളിയിലും കൊട്ടിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് സജീവമായിട്ട് പുലിക്കളി എല്ലാ വർഷവും ജനങ്ങളുടെ കൂട്ടായ്മയുടെയും പാരമ്പര്യത്തിന്റെയും അടയാളമായിട്ട് തുടരുകയാണ്. പുലിക്കളിയിൽ പങ്കെടുക്കുന്ന ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യങ്ങളും ആശംസകളും ഒപ്പിച്ചുകൊള്ളുന്നു. പങ്കെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഏവർക്കും കൃത്യമായിട്ടുള്ള അഭിവാദ്യങ്ങൾ. ജനപ്രതിനിധികളായ സുഹൃത്തുക്കളെ സ്നേഹിതരെ വളരെയേറെ സന്തോഷകരമായിട്ടുള്ള സദസ്സാണ് എന്നതാണ് ഈ പുലിക്കളിയുടെ പ്രത്യേകതയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം ഞാൻ പിന്നെ തിരുവനന്തപുരം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ആവശ്യം കാണാൻ കഴിഞ്ഞു. എല്ലാവർക്കും സാധാരണക്കാരായിട്ടുള്ള നൂറുകണക്കായ സുഹൃത്തുക്കളാണ് പുലിക്കളിക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് കാണുമ്പോഴാണ് വളരെ ആവേശം പകരുന്ന ഇനമായിട്ട് മാറിയത്. എല്ലാവർക്കും എല്ലാവരുടെ സന്തോഷം ഞാൻ തൃശ്ശൂരിലെ പ്രിയങ്കരനായ ശ്രീ പി ബാലചന്ദ്രൻ നമ്മളെ രണ്ടുപേർക്കും എല്ലാവർക്കും ആശംസകൾ. ജനുവരിയുടെ കരിയുടച്ച് സമാപിക്കുന്നത് വരെ തൃശ്ശൂരിൽ പുലികളുടെ ഉത്സവമാണ് ആശംസിച്ചത്. തൃശ്ശൂരിലെ ചെറുപ്പക്കാരനായ നമ്മുടെ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യ രണ്ടുപേർക്കും സംസാരിച്ചു. എല്ലാവർക്കും ആശംസിച്ചു. പ്രകാശിപ്പിക്കുന്ന ഡെപ്യൂട്ടി മേയർ നമ്മുടെ കമ്മീഷൻ അദ്ദേഹത്തെ രണ്ടു വാർത്തകൾ സംസാരിക്കുന്നത് പുലിക്കളിക്ക് എല്ലാവരും ആശംസിക്കുന്നു. പ്രാവശ്യം വ്യത്യസ്തമായിട്ട് കൂടുതൽ അപ്പോൾ അതിനുവേണ്ടി നമ്മളോട് സഹകരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള അവർക്ക് ഒരുക്കം കൂടി ഇതിന് സമാപനം കുറിച്ചുകൊണ്ട് നന്ദി പ്രകാശിക്കുന്ന ഡെപ്യൂട്ടി മേയർ എം.എൽ. റോസീസ് ഇനിയൊരു 20 വർഷത്തെ പാരമ്പര്യമായിട്ട് ഇത്രയും മനോഹരമായിട്ട് ഇത്രയും ജനാവലിയോടുകൂടി ഒരു പുലിക്കളി എന്നുള്ള മഹോത്സവം ഇന്നാണ് ഒരു വിജയകരമായ രീതിയിൽ എല്ലാവർക്കും അനുഭവിക്കാനും കാണാനും പറ്റാവുന്ന വീട്ടിലേക്ക് എല്ലാവർക്കും വളരെ സന്തോഷപ്രദമായ ഈ പുലിക്കളിക്ക് എല്ലാ ബന്ധവും ചേർന്നുകൊണ്ട് എല്ലാവർക്കും കൃത്യമായ നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. വളരെ സമാധാനത്തോടുകൂടി നമുക്ക് പുലിക്കളി നടത്തി തീർക്കണം. സമാപന സമ്മേളനവും സമ്മാനദാനവും 9:30 മണിക്ക് വിനയ് ഹെറിറ്റേജിൽ വെച്ച് നടത്തുന്നതാണ്. സമ്മാനദാനവും സമാപന സമ്മേളനവും 9:30 വിനയ് ഹെറിറ്റേജിൽ വെച്ച് നടത്തുന്നു. വടത്തിന് പിന്നിലേക്ക് മുഴുവൻ ആളുകളും മാർക്ക്
പറഞ്ഞു